ഉപകരണമാണ് പൈലറ്റ് ഇല്ലാത്ത ഒരു ചെറു വിമാനമാണിത്. തോളിൽ തൂക്കാവുന്ന ഇതിൻ്റെ ഭാരം 1 കിലോഗ്രാമിൽ താഴെയാണ്. ഇതിന് ഒട്ടേറെ സവിശേഷതകളും ഉപയോഗങ്ങളുമുണ്ട്. ഇതിൻ്റെ സവിശേഷതകൾ: തടസ്സമില്ലാതെ വേഗത്തിലുള്ള സേവനം, വളരെ അടുത്തുള്ള ചിത്രങ്ങൾ, വളരെ താഴ്ന്നതും ഉയർന്നതുമായ ചിത്രങ്ങൾ, കുത്തനെയുള്ള പറന്നുയരലും ഇറങ്ങലും. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് ഈ ഉപകരണം സഹായകമാണ്. പ്രധാനപ്പെട്ട വ്യക്തികളെയും ട്രെയിനിലും വിമാനത്തിലുമെല്ലാം സഞ്ചരിക്കുന്ന യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കുമ്പോൾ പോലീസുകാർക്ക് വളരെ സഹായകമായി ഈ ഉപകരണത്തെ ഉപയോഗിക്കാം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി രാജശേഖര റെഡ്ഡി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഹെലികോപ്റ്റർ തകർന്ന് വനമേഖലയിൽ വീഴുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിൽ ഈ ഉപകരണത്തെ നിരീക്ഷണ മാർഗമാക്കിയിരുന്നെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാനും കഴിയുമായിരുന്നു. ഡാം സൈറ്റുകളിൽ നമുക്കിതിനെ നിരീക്ഷണ മാർഗമായിട്ട് ഉപയോഗിക്കാം. ബഹുനില കെട്ടിടങ്ങളും വൻകിട പാലങ്ങളും നിർമ്മിക്കുന്ന അവസരങ്ങൾ ആ മേഖലകളിൽ നിരീക്ഷണം നടത്താനും നമുക്ക് ഈ ഉപകരണത്തെ ഉപയോഗിക്കാം. കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ പുരോഗതിയെല്ലാം കണ്ട് മനസ്സിലാക്കി അപാകതകൾ തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഉപകരണത്തിൻ്റെ സഹായത്തോടെ സാധിക്കും. ഈ ലാപ്ടോപ്പിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്നിട്ട് ഈ ഉപകരണത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഉപകരണം ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങി താഴെ നടക്കുന്ന സംഗതികളുടെ വിശദാംശങ്ങൾ ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി നമുക്ക് കൈമാറുന്നു. ഞങ്ങളിവിടെ ചെയ്തേക്കുന്നത് റിസർച്ച് ടൈപ്പ് സയൻസ് പ്രോജക്റ്റാണ്. ഇവിടെ ഞങ്ങൾ കടലിൽ പോകുന്ന ഓയിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ജനിതക മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ട്രാൻസ്ഫർ വഴി ഞങ്ങളായി ഒരു പുതിയ ബാക്ടീരിയനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. അതിൻ്റെ പേരാണ് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്. അത് ഉപയോഗിച്ച് ഞങ്ങൾ ഓയിൽ ഡീഗ്രേഡ് ചെയ്യാമെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഓയിൽ ഡീഗ്രേഡേഷൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. ഈ ബാക്ടീരിയനെ ഉപയോഗിച്ച് വളരെയധികം ചീപ്പറായിട്ട് നമുക്ക് ഓയിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓയിൽ ഡീഗ്രേഡേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് OD വാല്യൂ ഉപയോഗിച്ചാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് തന്നെ പറയും. ഈ OD വാല്യൂ ഉപയോഗിച്ച് ഇതിൻ്റെ ഡീഗ്രേഡേഷൻ നമ്മൾ അറിയുന്നു. ഒരു ബാക്ടീരിയയുടെ ടിപ്പിക്കൽ സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. ബ്ലൂ റിംഗ് ആണ് അതിന് പ്ലാസ്മിഡ് DNA എന്ന് തന്നെ പറയും. ആ പ്ലാസ്മിഡ് DNA ആണ് ബാക്ടീരിയയ്ക്ക് ഡീഗ്രേഡിങ് കപ്പാസിറ്റി കൊടുക്കുന്നത്. ഈ പ്ലാസ്മിഡ് DNAനെ ജനറ്റിക്കലി കണ്ടുപിടിച്ച ബാക്ടീരിയനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ കാണുന്ന കോമൺ ബാക്ടീരിയയിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഒരു ജനറ്റിക് ട്രാൻസ്ഫർ വഴി നമ്മൾ ഓയിൽ ഡീഗ്രേഡ് ചെയ്യാമെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ജനിതക മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ട്രാൻസ്ഫർ വഴി ഞങ്ങൾ ഒരു പുതിയ ബാക്ടീരിയനെ ഓയിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ഇത് ഒരു പുതിയ കൺസെപ്റ്റ് തന്നെയാണ്. ബയോടെക്നോളജി ഫീൽഡിൽ ഇതുവരെ പോപ്പുലർ ആവാത്തൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഇതാണ് സ്യൂഡോമോണസ് ഫ്ലൂറസൻസിൻ്റെ പുതിയതായി ഞങ്ങൾ DNA ട്രാൻസ്ഫർ വഴി മോഡിഫൈ ചെയ്ത ഓയിൽ ഡീഗ്രേഡിംഗ് കൾച്ചർ. ഈ ബാക്ടീരിയ ആണ്. ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയ കൾച്ചറാണ്. ഓയിൽ ഡീഗ്രേഡേഷന് വേണ്ടി 1980s ആനന്ദ് മോഹൻ ചക്രവർത്തി കണ്ടുപിടിച്ച ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയുടെ DNA ഐസൊലേറ്റ് ചെയ്ത് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന ബാക്ടീരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഞങ്ങളാൽ മോഡിഫൈ ചെയ്ത ബാക്ടീരിയയുടെ കൾച്ചറാണ് ഈ 2 ബാക്ടീരിയയുടെ കൾച്ചർ. ജനിതക മാറ്റം വഴി ഒരു പുതിയ ബാക്ടീരിയനാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ബയോടെക്നോളജിയും മൈക്രോബയോളജിയും ഒക്കെ ഇന്ത്യ പോലെ ഒരു ഡെവലപ്പിംഗ് നേഷൻ്റെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് വളരെയധികം സ്കോപ്പ് നൽകുന്ന 2 ഫീൽഡ്സാണ്. ഒരു DNA ട്രാൻസ്ഫർ വഴി ഓയിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ബാക്ടീരിയനെയാണ് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. വളരെയധികം റിസർച്ചിന് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. പ്രോജക്റ്റിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ കൊല്ലത്തെ മീൻപിടുത്തക്കാർ പുറത്തുള്ള ജന്തുക്കളെ ആസ്പദമാക്കി കടലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു പഠനം എന്നതാണ് ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. കടലെ ജൈവവൈവിധ്യം പഠിക്കുക, കടലെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നതിനെ യാനങ്ങളെ എഴുതി കണ്ടെത്തുക, ഈ യാനങ്ങൾ ഉപയോഗിക്കുന്നതിനും വലകളെ എഴുതി കണ്ടെത്തുക, ഈ വലകളിൽ പ്രധാന മത്സ്യത്തോടൊപ്പം കൊടുക്കുന്ന വിധം ബൈക്കാച്ചുകൾ എഴുതി കണ്ടെത്തുക, ഈ ബൈക്കാച്ചുകളുടെ അളവ് തോത് കണ്ടെത്തുക, ഈ ബൈക്കാച്ചുകൾ കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക എന്നത്. പ്രധാനമായും 3 പഠന രീതികളാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ അവലംബിച്ചിട്ടുള്ളത്: നിരീക്ഷണം, സർവേ, ഇൻ്റർവ്യൂ. 20 മുതൽ നീണ്ടരയുള്ള മത്സ്യബന്ധന മേഖലയിൽ ഞങ്ങളുടെ പഠന പ്രദേശങ്ങളായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൽ ഞങ്ങൾ പ്രധാനമായും ബൈക്കാച്ചുകൾക്ക് മുൻഗണന നൽകിയാണ് ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. ബൈക്കാച്ചുകൾ വിഭാഗത്തിൽ ആൽഗകൾ, കോറലുകൾ, വിവിധതരം ശംഖിനങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മത്സ്യക്കുഞ്ഞുങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 20 മുതൽ നീണ്ടരയുള്ള മത്സ്യബന്ധനങ്ങളിൽ പ്രധാനമായും ഈ ബൈക്കാച്ചുകൾ ഒരു ആവശ്യമില്ല തങ്കശ്ശേരിയുള്ള പ്രദേശങ്ങളിൽ ബൈക്കാച്ചുകൾ കടൽത്തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട രീതിയാണ് ഞങ്ങൾ കാണാൻ കഴിയും. ഈ മേഖലയിൽ പ്രധാനമായി 5 ഇനം യാനങ്ങളാണ് ഉപയോഗിക്കുന്നത്: കട്ടമരം, ചെറുവള്ളം, ഔട്ട്ബോർഡ് എഞ്ചിൻ ബോട്ട്, ഇൻബോർഡ് എഞ്ചിൻ ബോട്ട്, ട്രോളിംഗ് ബോട്ട് എന്നിവ. ഈ 5 ഇനം യാനങ്ങളിൽ പ്രധാനമായും 3 തരം വലകൾ ഉപയോഗിക്കുന്നു: ട്രോൾ നെറ്റ്, ഗിൽ നെറ്റ്, റിംഗ്സി നെറ്റ്.
കടലിൽ കിടക്കുന്ന സമയത്ത് ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലായിരിക്കും കിടക്കുന്നത്, അത്രയും ഗ്യാപ്പ് കാണും. പക്ഷെ മീൻ പിടിക്കുന്ന സമയത്ത് ഇത് നല്ല വലിഞ്ഞ് നിൽക്കും. അപ്പോൾ മീൻ വരും, ഗില്ലിൽ കുടുങ്ങി അങ്ങനെ പിടിക്കുകയും ചെയ്യും, തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കണ്ണികൾ തമ്മിലുള്ള അകലം കണ്ടോ, ഇതാ ഇതിൻ്റെ മെസ്സേജായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് നമുക്ക് തോന്നുന്നു മീൻ ഇതിലേ പോകുന്നു. പക്ഷെ മീൻ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന മീൻ ഇതിലേ വന്ന് ഇവിടെ ഗില്ലുണ്ട്, ഗില്ലിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇതിന് ഗിൽ നെറ്റ് എന്നും പേര് വന്നത് തന്നെ. ട്രോൾനെറ്റിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ പ്രധാനമായും ട്രോൾനെറ്റിന് 3 ഭാഗങ്ങളാണുള്ളത്: കോഡൻറ്റ്, മെയിൻ വല, കൈവല. ട്രോൾനെറ്റിലെ കോഡനിലെ ഏറ്റവും മെഴ്സൈസ് കുറഞ്ഞ വലകളാണ് കോഡൻറ്റിൽ ഉപയോഗിക്കുന്നത്. കൈവലയിൽ ഏറ്റവും മെഴ്സൈസ് കൂടിയ വലകളും മെയിൻ വലയിൽ കൈവലയേക്കാൾ കുറഞ്ഞ മെഴ്സൈസുള്ള വലകൾ ഉപയോഗിക്കുന്നു. ട്രോളിംഗ് ബോട്ടിൽ ട്രോൾനെറ്റ് ഉപയോഗിക്കുമ്പോൾ മറ്റ് 4 യാനങ്ങളിലും ഗിൽനെറ്റാണ് ഉപയോഗിക്കുന്നത്. ഗിൽനെറ്റ് ബ്രിങ്സ് നെറ്റാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ട്രോൾനെറ്റിൽ കടലിൻ്റെ അടിത്തട്ട് ഇളക്കി മറിച്ച് മത്സ്യം നടത്തുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിലെ ഈ ശങ്കിനങ്ങൾ, ആൽഗകൾ, കോറലുകൾ, ചെറു മത്സ്യങ്ങൾ, മത്സ്യക്കുഞ്ഞുങ്ങൾ, മത്സ്യമുട്ടകൾ എന്നിവ വരെ ഈ ട്രോൾനെറ്റിൽ വന്ന് വലിക്കാറ്. കടലിലെ ആവാസവ്യവസ്ഥയിൽ ബൈക്കാച്ചുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇവ മറ്റു മത്സ്യങ്ങളെ പ്രജനനത്തിന് എത്രത്തോളം സഹായിക്കുന്നു. ഞങ്ങൾ നിരീക്ഷണം, സർവേ, ഇൻ്റർവ്യൂ എന്നിങ്ങനെ 3 രീതിയിലൂടെയാണ് പഠനം നടത്തിയിട്ടുള്ളത്. ബൈക്കാച്ചുകൾ മറ്റു മത്സ്യങ്ങളുടെ പ്രജനനത്തിന് മത്സ്യങ്ങളുടെ മുട്ടയിടാൻ സഹായിക്കുന്ന ഈ കടലെ ആൽഗകളാണ്. ഈ ആൽഗകൾ ട്രോളിംഗ് നടത്തുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിലെ ആൽഗകളും ഈ പായലുകൾ, കോറലുകൾ, ഈ ശങ്കിനങ്ങൾ എല്ലാം ഈ ട്രോളിംഗ് ബോട്ടിലൂടെ കരയിലെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ശങ്കിനങ്ങൾ കരയിലെത്തുന്നത് നമുക്ക് ഈ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാൻ മാത്രമേ ഈ ശങ്കിനങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ആൽഗകളും ഈ കോറലും കരയിലെത്തിയിട്ട് നമുക്ക് യാതൊരു വിധ ആവശ്യമൊന്നും തന്നെയില്ല. അപ്പോൾ ഈ ട്രോളിംഗ് നെറ്റിലൂടെ ഈ ആൽഗകളും ഇതും കരയിലെത്തുമ്പോൾ ഈ മറ്റു മത്സ്യങ്ങളുടെ പ്രജനനത്തിന് ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഈ മറ്റു മത്സ്യങ്ങളുടെ മുട്ടയിടുന്നതിന് ഇത് വളരെ ദൂഷകരമായി തന്നെ ഇത് ബാധിക്കും. ഈ കടലിലെ ആൽഗകൾ എന്ന് പറയുമ്പം അലങ്കാര മത്സ്യങ്ങൾ നമുക്കറിയാം. ഈ കൊല്ലത്തെ നീണ്ടര പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 18ഓളം അലങ്കാര മത്സ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആൽഗകൾ കടലിൽ നിന്ന് നശിപ്പിക്കപ്പെടുമ്പോൾ ഈ അലങ്കാര മത്സ്യങ്ങൾക്ക് പ്രധാനമായിട്ടും അലങ്കാര മത്സ്യങ്ങൾ ഇത് ദോഷകരമായി തന്നെ ബാധിക്കും. അപ്പോൾ ഇവരുടെ മുട്ടയിടുന്നതിന് ഇത് മുട്ടയിടാൻ ഇത് സാധിക്കാതെ വരും. അപ്പോൾ നമുക്ക് ഈ നീണ്ടര പ്രദേശങ്ങളിൽ ഒരു 18ഓളം അലങ്കാര മത്സ്യങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ ആൽഗകളുടെ കുറവ് കാരണം ഒരു 3 ഇനം മത്സ്യങ്ങളെ കാണാൻ സാധിക്കും, അപൂർവമായി കാണാൻ മാത്രമേ കഴിയുന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളിയുടെ അഭിപ്രായം. ജൽ റോക്കറ്റാണ്. ഇത് ന്യൂട്ടൻ്റെ 3ാം ചലനനിയമം അനുസരിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഏതൊരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഉദാഹരണമായി വാണം അല്ലെങ്കിൽ റോക്കറ്റ്. ജൽ റോക്കറ്റിൻ്റെ താഴത്തെ നോസിലെ ഉയർന്ന മർദ്ദത്തിലുള്ള വായുവും ജലവും പുറത്തേക്ക് വരുന്നു. ഇതിന് റോക്കറ്റ് താഴേക്കൊരു ബലം കൊടുക്കും. ഇതിന് തുല്യവും വിപരീതമായ ഒരു ബലം ജലവും വായുവും റോക്കറ്റിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇത് പോകും.